Meet the editors. കോതമംഗലത്ത് യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധം ശക്തമാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോതമംഗലം DFO ഓഫീസിലേക്ക് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോതമംഗലത്തും കുട്ടൻപുഴയിലും UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിന് പിന്നാലെ ഉരുളൻതണ്ണിയിൽ വനംവകുപ്പ് കിടങ്ങ് നിർമ്മാണം തുടങ്ങി. അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ലെന്നാണ് വനം മന്ത്രിയുടെ നിലപാട്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കുറുമറ്റം പള്ളി സെമിത്തേരിയിൽ നടന്നു. സംസ്ഥാനത്തെ തുടർച്ചയായ കാട്ടാനാക്രമണത്തിൽ ഡീൻ കുര്യാക്കോസ് MP ലോക്സഭയിൽ ഉന്നയിച്ചു. വനംവകുപ്പ് നിഷ്ക്രിയമാണോ എന്നാണ് ചോദ്യം. വനംവകുപ്പ് നിഷ്ക്രിയമാണോ? നിഷ്ക്രിയം എന്നുള്ള വാക്ക് എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു ടേമാണ്. അതിവിടെ പറയാൻ കൊള്ളില്ല. ഇവിടെ പറയേണ്ടത് ഒന്നിനും കൊള്ളാത്ത ഒരു വനംവകുപ്പായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. NK പ്രേമേന്ദ്രൻ MPയുടെ ചോദ്യത്തിന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഈ വന്യജീവി ആക്രമണത്തിലെ മരണങ്ങളുടെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. 2021-22 കാലയളവിൽ മരിച്ചത് 114 പേരാണ്. അതുപോലെ തൊട്ടടുത്ത വർഷം 22-23 98, 23-24 94, ഈ ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് 10 പേര്, അതായത് 3.5 വർഷത്തെ 2021 ശേഷമുള്ള ഒരു 3.5 വർഷത്തെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സർക്കാരിൻ്റെ കാലത്തെയാണ് ഞാൻ പറയുന്നത്, 3.5 വർഷത്തിനിടെ 316 മരണം. ഈ ജീവികളൊക്കെ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവരുടെ ആവാസ സ്ഥലം കയറി എടുത്തത് കൊണ്ടാണ്, അവിടേക്ക് കയറി താമസിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ എൽദോസ് നടന്നുപോയത് സ്വന്തം വീട്ടിലേക്കുള്ള വഴിയിലാണ്. അല്ലാതെ ബസ് ഇറങ്ങി ആ വീട്ടിലേക്കുള്ള വഴിയിൽ നടന്നു പോകുമ്പോഴേക്കും ആന വന്ന് ആക്രമിക്കുകയായിരുന്നു. ചവിട്ടി ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. ആന്തരിക അവയവങ്ങളടക്കം ചിതറിപ്പോയി ഇന്നലെ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും അതിൽ എത്രത്തോളം ലാഘവത്തോടെയാണ് മറുപടി പറയുന്നത്, വിഷയങ്ങളെ ടേക്കപ്പ് ചെയ്യുന്നത്. ഈ നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം പെട്ടെന്ന് ഒറ്റ ഗഡുവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ കുടുംബത്തിന് എന്താകും പരിഹാരം? അയാൾ ഒറ്റയ്ക്ക് അധ്വാനിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ അടങ്ങുന്ന ആ കുടുംബം, അവിവാഹിതനാണ് എൽദോസിൻ്റെ കുടുംബം കഴിയുന്നത്. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും, നമ്മൾ വയനാട്ടിലെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഓരോ കുടുംബത്തിൻ്റെയും അത്താണിയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് അതൊക്കെ വളരെ ലാഘവത്തോടെ ഈ 3.5 വർഷത്തിനിടയിലെ 316 മരണമെന്ന് പറയുന്നത് ഒരുപക്ഷെ സർക്കാരിനും വനമന്ത്രിക്കുമൊക്കെ ചെറിയ കണക്കായിരിക്കും. പക്ഷേ 316 കുടുംബങ്ങളിലുണ്ടാക്കിയ, ആ സമൂഹത്തിലുണ്ടാക്കിയ പേടിയും ആഘാതവും. ഇന്ന് നമ്മുടെ തത്സമയ സംരക്ഷണത്തിനിടെ സ്കൂൾ വിട്ട് വന്ന കുട്ടി പേടിച്ചവിടെ നിൽക്കുന്നത് നമ്മൾ തത്സമയം നിൽക്കുമ്പോഴാണ്. എന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ ആൾ വരുന്നത് വരെ അവിടെ നിൽക്കുകയാണ്. ഇതുണ്ടാക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ്. പേടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം, കുഞ്ഞുങ്ങളടക്കം പ്രായമായവരടക്കം എല്ലാവർക്കും ഉണ്ടാക്കുന്ന ആ ഒരു മാനസിക ആഘാതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ കാണാതെ പോകുന്നത്? എല്ലാം സ്ഥാപിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഉടൻ സ്ഥാപിക്കുമെന്ന് പറയും. നമ്മൾ അവിടെ പോയി ആ സൈറ്റ് വിസിറ്റ് നടത്തി നോക്കുമ്പോഴറിയാം അവിടെ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ഈ സ്ഥാപിക്കുന്നതൊക്കെ എവിടെയാണെന്ന് വനമന്ത്രി ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. നിഷ്ക്രിയം എന്നല്ല, ഒന്നിനും കൊള്ളാത്ത ഒരു വകുപ്പ് എന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്നുകിൽ അദ്ദേഹത്തെ മാറ്റണം, അല്ലെങ്കിൽ ആ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണം, അതൊന്ന് വൃത്തിയാക്കണം. ഇങ്ങനെയല്ല വനംവകുപ്പ് ജനങ്ങളുടെ ജീവിതത്തിന് കൂടി ഉത്തരവാദിത്തം പറയേണ്ടതാണ്. ഇപ്പോൾ പുതിയ കരടൊക്കെ കൊണ്ടുവരുന്നു, പക്ഷേ ഇങ്ങനെയല്ല വനംവകുപ്പ് കാര്യങ്ങൾ കാണേണ്ടത്. ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട തരത്തിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് വേണ്ടത്. സൗരോർജ്ജ വേലിയടക്കം എല്ലാം ഇങ്ങനെ പ്രഖ്യാപിച്ച് വിടുന്നതല്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചാൽ എത്തുന്നതിന് അവർക്ക് വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പോലും കാശില്ലാതെ അവരും ബുദ്ധിമുട്ടുകയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് ശരിയാക്കേണ്ടത്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ഈ വകുപ്പിനെയാണ് ഏറ്റവും ആദ്യം ശരിയാക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നിഷ്ക്രിയത്വം എന്ന വാക്കൊന്നും പോരാ, നിർവികാരമാണ് പലപ്പോഴും വനംവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് തന്നെ. പലപ്പോഴും ജനവിരുദ്ധമായിട്ട് പോലും വനംവകുപ്പിൻ്റെ ചില നയങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെ ആ രീതിയിൽ ഒരു ഫോറസ്റ്റ് ഗുണ്ടാ രാജ് നടപ്പിലാക്കാൻ പറ്റുന്നതുമാണ്. നോക്കൂ, എന്താണ് യഥാർത്ഥത്തിൽ കോതമംഗലത്തെ കുട്ടൻപുഴയിൽ സംഭവിച്ചത്? അവിടെ 7 മാസങ്ങൾക്ക് മുമ്പല്ലേ ഇന്ദിര എന്ന 71 വയസ്സുള്ള ഒരു വയോധിക ഭർത്താവിന് സ്വന്തം തോട്ടത്തിൽ ചായ കൊണ്ട് കൊടുക്കാൻ പോകുന്ന സമയത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. അതിനുശേഷം എത്ര പേരവിടെ മരിച്ചു? അതിന് തൊട്ട് മുൻപ് അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചില്ലേ? തൊട്ടടുത്ത പ്രദേശത്ത് ഒരു ആദിവാസി യുവാവ് ആന ചവിട്ടിക്കൊന്നില്ലേ? 2 ദിവസങ്ങൾക്ക് മുമ്പ് നേര്യമംഗലത്ത് ആന മറിച്ചിട്ട പന വീണൊരു കുഞ്ഞിൻ്റെ ജീവൻ, ഒരു കോളേജ് വിദ്യാർത്ഥിനി മരിച്ചില്ലേ? ഇപ്പോൾ എൽദോസ് എന്ന് പറയുന്ന 45 വയസ്സുള്ള ഒരു കൂലിപ്പണിക്കാരൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിലേക്ക് അച്ഛനും അമ്മയും കാണാൻ പോകുന്ന വഴിയിൽ ആന ചവിട്ടി കൊല്ലുകയാണ്.
നോക്കൂ, ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണ് അവിടെ സംഭവിച്ചെന്നറിയാമോ? ഒന്ന്, ഏകദേശം 1 കിലോമീറ്ററോളമുള്ള ഈ കാട്ടിലെ വഴിയിൽ ഒരിടത്ത് പോലും സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞിട്ടില്ല. 6 മാസമായി അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, 6 മാസമായി ആനയിറങ്ങുന്ന ഒരു കാനന പാതയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ മൊബൈലിൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ 65 കുടുംബങ്ങൾ സഞ്ചരിക്കുന്നു. ആര് കാണാൻ? പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പഞ്ചായത്ത് പറയുന്നു 17 വാർഡില്ലേ, വലിയ വിസ്തൃതിയുള്ള പ്രദേശമല്ലേ, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അവിടെ ഒരു ട്രൈബൽ പഞ്ചായത്ത് പ്രസിഡൻ്റാണുള്ളത്. പക്ഷേ പഞ്ചായത്തിനോട് ചോദിക്കുമ്പോൾ പഞ്ചായത്ത് പറയുന്നു അവിടെ പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ 4 മാസമായിട്ടില്ല. ഒരാൾ വന്നിട്ട് ലീവ് എടുത്ത് ഉടനെ പോയി. അവിടെ ബില്ല് പാസ്സാക്കാൻ ഉദ്യോഗസ്ഥരില്ല, അക്കൗണ്ടന്റുമാരില്ല, ഉദ്യോഗസ്ഥരുടെ രാഹിത്യമുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്തിൽ എന്ന് അവർ പറയുന്നു. അപ്പോൾ പഞ്ചായത്തിൻ്റെ തലത്തിൽ ഇടപെടലുണ്ടായിട്ടില്ല. വനം വകുപ്പ് അവിടെ ഒരു ഫെൻസിംഗ് ഉണ്ടാക്കി 4 വർഷം മുമ്പ്. ഫെൻസിംഗ് ഉണ്ടാക്കിയിട്ട് ആ വഴിക്ക് പോയി. ഫെൻസിങ്ങിൽ നോക്കാൻ വാച്ചന്മാരെ നിയോഗിച്ചില്ല. അവിടെ ട്രെഞ്ച് ഉണ്ടാക്കാം അഥവാ കിടങ്ങ് നിർമ്മിക്കാമെന്ന് 1 വർഷം മുൻപ് ഒരു ആദിവാസി യുവാവ് മരിക്കുന്ന സമയത്ത് വനംവകുപ്പ് ഉറപ്പ് കൊടുത്തു. ഇതേപോലെ ദൗർഭാഗ്യകരമായ സംഭവം എന്ന് അന്നും വനംവകുപ്പ് മന്ത്രി വിശേഷിപ്പിച്ചു. അതിനുശേഷം ട്രെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വാഗ്ദാനം കൊടുത്തുപോയി. നാളിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ട്രെഞ്ച് ഉണ്ടാക്കാൻ. ഇന്നിതാ എൽദോസിൻ്റെ മരണം വേണ്ടി വന്നു അവിടെ കിടങ്ങ് നിർമ്മാണം തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ട്രെഞ്ച് നിർമ്മിക്കുന്നില്ല, കൃത്യസമയത്ത് അവിടെ ഫെൻസിങ്ങിൽ മെയിൻ്റനൻസ് നടക്കുന്നില്ല, അവിടെ വേണ്ടത്ര വാച്ചർമാരെ നിയോഗിക്കുന്നില്ല. എന്തിനേറെ RRT എന്ന് പറയുന്ന റാപ്പിഡ് സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് പോകാനുള്ള ജീപ്പിൽ ഡീസൽ പോലും ഇല്ല എന്നാണ് പറയുന്നത്. എൽദോസ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫോറസ്റ്റിലെ പെട്രോൾ ഓഫീസിൽ ആരോ വിളിച്ചു പറഞ്ഞു അത്രേ, ഒരു ആന നിപ്പോണ്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഡീസൽ ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് ഇന്ധനമില്ലാത്തൊരു വകുപ്പ് എന്തിനാണ് ഈ നാട്ടിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് നോക്കിക്കൊണ്ടൊരു വനംവകുപ്പ് മന്ത്രിയും നിൽക്കുന്നു എന്നുള്ളതാണ്. ആ വനംവകുപ്പ് മന്ത്രി ഈ മയങ്ങിയ ആനയെ വെടിവെച്ച് മയങ്ങുമ്പോൾ ആന സഞ്ചരിക്കില്ലേ, ആ രീതിയിലാണ് ആ വനംവകുപ്പിനെ നയിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല എന്നുള്ളതാണ്. എന്തായാലും നിഷ്ക്രിയമാണ് വനംവകുപ്പ് എന്ന് പറയാതിരിക്കാൻ ഒരു വഴിയുമില്ല. മാത്രവുമല്ല, പല പല ഘട്ടങ്ങളിൽ വനംവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാവുമ്പോൾ അത് നാട്ടുകാരെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൻ്റെ അഭാവമുണ്ട്. ഇന്നലെ തന്നെ രാത്രിയിൽ ഏറെ വൈകിയും ആ സമരം അവിടെ തുടരാനുള്ള കാര്യം ഒരു DFOയുടെ പിടിവാശിയാണെന്നാണ് പറയുന്നത്. അവിടെ പോലീസുമായിട്ടും കളക്ടറുമായിട്ടും ഒക്കെ സംസാരിക്കുന്ന സമയത്തും ആ DFO ആണ് പിടിവാശി ഉണ്ടാക്കുന്നത്. അപ്പോൾ നാട്ടുകാരെ വിശ്വാസത്തിലെടുക്കാതെ വനപാലനം എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. 29% വനമുണ്ട് നമ്മൾക്ക്. ആ വനത്തെ സംരക്ഷിക്കാൻ നാട്ടുകാരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം. അതേസമയം തന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് നമ്മൾ പറയണം. 1972 വന നിയമം അത് ഭേദഗതി ചെയ്യാത്ത പക്ഷം നമുക്ക് കള്ളിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സാധ്യമാകാതെ വരും. നമ്മൾ വയനാട് ചർച്ച ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നതാണ്, ആ വനനിയമത്തിലുള്ള ഭേദഗതി കൊണ്ടുവരണം. അതിനു പകരം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ആ വനനിയമത്തിലുള്ള ഭേദഗതി ഉണ്ടെങ്കിൽ മാത്രമേ വന്യമൃഗങ്ങൾ പെരുകുമ്പോൾ തദ്ദേശവാസികൾക്കതിനെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ടാവണം, പഞ്ചായത്തുകൾക്ക് അത് കൊടുക്കാനുള്ള അവകാശമുണ്ടാവണം. ആ നിയമത്തിലൊക്കെ കൃത്യമായ ഭേദഗതിയും നമുക്കുണ്ടാവുകയും വേണം. ചുരുങ്ങിയ പക്ഷം ഇത്തരം സംഭവങ്ങളെ മാർക്ക് ചെയ്ത് അവിടെ കൃത്യമായ പെട്രോളിങ്, കൃത്യമായ വഴിവിളക്ക്, കൃത്യമായിട്ടുള്ള ഫെൻസിങ്, കൃത്യമായിട്ടുള്ള ട്രെഞ്ച് സംവിധാനങ്ങൾ ഇതെല്ലാം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സർക്കാർ ദയനീയമായി പരാജയപ്പെടുന്നു. പലതവണ ഈ പാവപ്പെട്ട മനുഷ്യരുടെ രക്തസാക്ഷിത്വം വേണ്ടി വരുന്നു ഒരു കിടങ്ങ് നിർമ്മിക്കാനും ഒരു ഫെൻസിങ്ങിലേക്ക് ഇറങ്ങാനും ഒക്കെ സർക്കാരിന് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് വനംവകുപ്പ് നിഷ്ക്രിയമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഭാഗം. ഉണ്ണിബാലകൃഷ്ണൻ. തീർച്ചയായിട്ടും. ഇപ്പോൾ മീറ്റ് ദി എഡിറ്റേഴ്സ് തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷമാകുന്നു. ഈ 2 വർഷത്തിനകത്ത് നമ്മൾ എത്ര തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? അത് വയനാട് സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ, ഇടുക്കിയിൽ അരങ്ങേറുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സുജയ പറഞ്ഞ കണക്കിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ 2016 മുതലുള്ള കണക്കുകൾ പിന്നെ വനം വകുപ്പ് തന്നെ സഭയിൽ വെച്ചിട്ടുണ്ട്. അതുപ്രകാരം 909 പേരാണ് ഈ 8 വർഷത്തിനകത്ത് വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ മരിച്ചത്. 909 പേര്. 55,000-ലേറെ വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ് 8 വർഷത്തിനകത്ത് നടന്നിട്ടുണ്ട്. 7,500-ലേറെ പേർക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വളരെ ദുഃഖകരമായൊരു കാര്യം, 909 പേര് മരിച്ചു എന്ന് പറഞ്ഞല്ലോ. 10 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. അതെ, അത് 700 പേർക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. 209 പേർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും 7,500 പേർക്ക് മാരകമായി പരിക്കേറ്റുണ്ട്. അതിൽ 1,500 പേർക്ക് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഈ ജനുവരി 14 തീയതി 620 കോടി രൂപയുടെ വനസംരക്ഷണ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. എന്ത് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഏറ്റവും ഇതിനകത്ത് വിഷമകരമായ കാര്യം എന്താണെന്നറിയോ? ഈ ആന എവിടെയാണ് നിന്നത്? ഇരുട്ടത്ത് മറഞ്ഞാൽ നിന്നത്. എന്തുകൊണ്ടാണ് ഈ ഇരുട്ടിൽ എൽദോസിന് ഈ ആനയെ കാണാൻ കഴിയാതെ പോയത്? സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ കാര്യം കത്തുന്നില്ല. അതന്നെ കത്തുന്നില്ല. അതായത്
മാസമായി. അതെ അതെ, ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ പറയുന്ന കിടങ്ങുകൾ കുഴിച്ച് ഇടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ മരണം ഒഴിവാക്കാമായിരുന്നു. ഇദ്ദേഹത്തിന് വളരെ ദൂരത്തുനിന്ന് തന്നെ കാണാൻ കഴിയുമായിരുന്നു. ഈ പറയുന്ന മൊബൈലിൻ്റെ ടോർച്ച് വെട്ടത്തിലാണല്ലോ ഇദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, കാണാൻ കഴിഞ്ഞിട്ടില്ല. അടിച്ചല്ലേ പോവുക. അതെ, താഴെ കടിച്ചാണ് പോവുക. അപ്പോൾ ഈ പറയുന്ന ഇതൊരു വന്യജീവി അക്രമമാണെന്ന് പറയുമ്പോൾ പോലും ഇത് ശരിക്കും പറഞ്ഞാൽ കാടിറങ്ങി വന്നൊരു കാട്ടാന നടത്തിയ ഒരു ആക്രമണം എന്നതിനൊക്കപ്പുറം ഇരുട്ടിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ആനയെ കാണാൻ കഴിയാതെ പോയൊരു മനുഷ്യൻ കൂട്ടിമുട്ടി ആനയായിട്ട് കൂട്ടിമുട്ടുകയാണ്. അങ്ങനെ കൂട്ടിമുട്ടുന്നൊരു സാഹചര്യം എങ്ങനെയാണ് കേരളത്തിലൊരു കുട്ടമ്പുഴ പോലെയുള്ള, ശരി, ഈ മൂവാറ്റുപുഴയ്ക്ക് അടുത്താണല്ലോ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ, എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശമാണ്. അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തൊരു കിലോമീറ്റർ ദൂരവും അവിടെ 10-65 കുടുംബങ്ങളും താമസിക്കുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഗതികേട് ഈ വന്യജീവി ആക്രമണത്തിനൊക്കെ അപ്പുറത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്തൊരു ഗതികേടാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങേയറ്റം ഖേദകരമായൊരു കാര്യമാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും തന്നെ എത്തേണ്ടിടത്ത് എത്തുന്നില്ല. ഇതിൽ മനുഷ്യർ കാട് കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനങ്ങ് ഒരു ടേക്കും ഇല്ല എന്നുള്ളതാണ്. നമുക്കിപ്പോഴും വനത്തിൻ്റെ വിസ്തൃതി 29% മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭേദമാണ്. അപ്പോൾ വനം വകുപ്പ് നിഷ്ക്രിയമാണോ എന്നാണ് ചോദ്യം. യെസ് എന്നാണ് 3 പേരുടെയും അഭിപ്രായം.